പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കേരളത്തിൽ ഞാൻ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്ന സമയത്ത് 89, 90, 91, 92 കാലയളവിൽ എനിക്ക് അനേകരോടൊപ്പം ശുശ്രൂഷിപ്പാനായി ദൈവം സഹായിച്ചു. അതിൽ അഞ്ചൽ സാമച്ചൻ, വാര്യപുരം യോനാച്ചായൻ, എരുമക്കാട് ബാവുച്ചായൻ, ബാബു തലവടി, വാൾമുട്ടമനിയും കുഞ്ഞ്, പുറ്റടി അച്ഛൻ കുഞ്ഞ്, അങ്ങനെ അനേക അഭിഷക്തന്മാരോടൊപ്പം ദൈവം ശുശ്രൂഷിപ്പാനായിട്ട് അവസരം തന്നു. പക്ഷേ 92 ഞാൻ നാട് വിട്ട് കഴിഞ്ഞ് ഞാൻ കടന്നു കയറി പോന്നു കഴിഞ്ഞ് 2002 ഞങ്ങളൊരിക്കൽ കേരളത്തിൽ പോയപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ ഒരു നല്ല കൂട്ടായ്മ എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ എരുമക്കാട് ബാബുച്ചാൻ എന്ന് പറയുന്നൊരു ദൈവദാസൻ്റെ വീട്ടിലൊരു പ്രാർത്ഥനയുണ്ട്. അപ്പം ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞും ഞങ്ങളുടെ അടുത്തുള്ള ഇന്ന് അമേരിക്കയിലുള്ള ഒരു സഹോദരി, ഞങ്ങൾ 4 പേരും കൂടെ പോയി. എന്നാൽ അന്ന് അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന അന്ന് അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളുടെ അവിടെ കടന്നു വന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തെ അധികം പേരാരും അറിയത്തില്ല, അദ്ദേഹം അത്ര പ്രശസ്തനൊന്നും ആയില്ല. എന്നാലും പ്രായമുള്ള ഒരു ദൈവദാസനായിരുന്നു, നല്ലപോലെ ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് നാടുകാണി തങ്കച്ചാൻ എന്നായിരുന്നു ഞങ്ങൾ വിളിക്കുന്നത്. വന്ന് എരുമക്കാട് ബാബുച്ചാൻ്റെ വീട്ടിൽ നാടുകാണി തങ്കച്ചാനാണ് ശുശ്രൂഷിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ മടിയിൽ എൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഈ തങ്കച്ചാൻ അങ്ങ് ഭയങ്കര ഇമോഷണലായി അദ്ദേഹം അവിടെ ആൾക്കൂട്ടത്തിന് നടുക്ക് അവിടെ ചെന്നിട്ട് എൻ്റെ കുഞ്ഞ് 4 വയസ്സുണ്ടെന്ന് അവളെ പിരിച്ചു കൊണ്ടുവന്ന് മുന്നിൽ കൊണ്ടിരുത്തി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 4 വയസ്സുള്ള കുഞ്ഞ് അഭിഷേകം പ്രാപിച്ച് പ്രവചനത്തോടു കൂടി അവൾ അഭിഷേകം പ്രാപിച്ച് അവൾ അവിടുന്ന് വീട്ടിൽ വന്ന് എൻ്റെ ഫാദറിനോട് ദൂതൊക്കെ പറയാൻ തുടങ്ങി. ആ ഒരു അഭിഷേകം ഇന്ന് ഈ അടുത്ത സമയത്ത് ഞാൻ ആ പാസ്റ്ററുടെ മോൻ ഇന്ന് കേരളത്തിൽ നല്ല ഒരു കൊച്ചു പാട്ടുകാരനും ഒരു നല്ല അഭിഷേക്തനുമാണ്, ഏബ്രഹാം വെഞ്ചാൽ എന്ന് പറയും. ഞാൻ ഏബ്രഹാമിനോട് പറഞ്ഞു, മോനെ നിൻ്റെ പപ്പ എൻ്റെ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവൾ അഭിഷേകം പ്രാപിച്ചു. ഇന്ന് ആ അഭിഷേകത്തിൻ്റെ ആ പകിട്ട് ഇന്ന് ആ കുഞ്ഞിൻ്റെ മേലുണ്ട്. ആ കുഞ്ഞിന്ന് അമേരിക്കയിൽ ഡാലസിൽ ജീവിക്കുന്നു. അമിത് കാംബ്ലെ മിനിസ്ട്രിയുടെ കൂടെ വളരെ നാൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. ഇന്ന് ദൈവം ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് അവിടെ കൊണ്ടുപോയി അവിടെ ഉപയോഗിക്കുവാൻ തുടങ്ങി. പ്രൈസറോ. അപ്പം ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ തൈലം ഏതൊരുവൻ്റെ മേലിൽ വീണാലും അവൻ്റെ അവസ്ഥയ്ക്ക് ദൈവം ഒരു ഭേദം വരുത്തും. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവം പൈതലേ, നിൻ്റെ അവസ്ഥയ്ക്കും ദൈവം ഒരു ഭേദം വരുത്തും. ആ ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം, അത്ഭുതങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.